ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ മരം കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് ദന്തപ്പാല എന്ന് പറഞ്ഞ മരമാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് താരന്, ത്വക്ക് രോഗങ്ങൾ, മുടി കൊഴിച്ചിൽ, സോറിയാസിസ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഇതിൻ്റെ ഇല. ഈ ഇല നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളൊരു വഴി പോയപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ടൊരു മരം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഇത് ദന്തപാലയാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ കുറച്ച് അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു വഴി പോയപ്പോൾ റോഡ് സൈഡ് നിന്നതാണിത്. അതിന് ഞാനും കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ് അതിൽ നിന്ന്. നല്ല മൂത്ത ഇല വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് വലിയൊരു മരമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ആർക്കും തന്നെ അറിവില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിൽ ഇഷ്ടംപോലെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിലും താരനും ഒക്കെ നമ്മൾ എത്രത്തോളം എന്തൊക്കെ തേച്ചെന്ന് പറഞ്ഞാലും ശരി, അതൊക്കെ കുറച്ച് നാളത് ഉപയോഗിച്ചു, അതിന് ശേഷം നമ്മൾ നിർത്തി കഴിയുമ്പോഴത്തേനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പരിണിത ഫലങ്ങൾ ഒരുപാടൊന്നും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഗുണമല്ലേ. അതുകൊണ്ട് ഞാനും കുറേ പറിച്ചെടുക്കുകയാണ്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് തരാൻ പോകണം ഈ ഇലകളൊക്കെ. അപ്പോൾ ഒത്തിരി എണ്ണ എൻ്റെ കയ്യിലില്ലായിരുന്നു. എണ്ണ കാര്യം ഇരിപ്പുണ്ട്, പക്ഷേ അത് നമ്മൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ച എണ്ണയാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ആട്ടിച്ച എണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഒരു 1/4 കിലോയോളം എണ്ണയേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇടാമെന്ന് വിചാരിച്ച് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇല അടത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് വെയിലത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം വെയിൽ ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് ഒരുപാടൊന്നും വെയിലെനിക്ക് കിട്ടിയില്ല. എന്നാലും ഉള്ള വെയിലൊക്കെ ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരു 3 ദിവസത്തെ വെയിൽ എനിക്ക് കിട്ടിയുള്ളൂ. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 7 ദിവസമാണ് നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കേണ്ടത്. ഇല കൂടുതലും എണ്ണ കുറവുമായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല എന്നോർത്ത് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെയിലത്ത് വെക്കാമെന്ന് ഓർത്തു. ഞാൻ വെച്ച ആ ഒരു ദിവസവും പിറ്റേ ദിവസവും മാത്രമേ എനിക്ക് നല്ല വെയിൽ കിട്ടിയുള്ളൂ. പിന്നെ ചെറിയ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ വെച്ച് 7 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളർ, ഈ എണ്ണയുടെ കളർ ഒരു വൈൻ റെഡ് കളറിലോട്ട് വരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് എണ്ണ ഊറ്റിയെടുക്കേണ്ടത്. അപ്പം ഞാനും വെയിലത്തൊക്കെ വെച്ചു. അങ്ങനെ ഒരു 3 ദിവസത്തെ വെയിൽ നല്ല രീതിയിൽ കിട്ടി. പിന്നെ ആയപ്പോഴത്തേനും നല്ല മഴ അങ്ങ് വന്നു. അതുകൊണ്ട് വെയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് എടുത്തത്. വെയിലില്ലേലും അങ്ങനെ 7 ദിവസം വെച്ചിരുന്നു. അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ? നല്ല രീതിയിൽ ആ എണ്ണ ആയി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വെയിൽ കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. ചിലർ പറയുന്നത് തണലത്ത് വെച്ച് ഉണങ്ങിയാൽ മതി, ചിലതൊന്നും ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിച്ച് വേണം ഉണങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയാണ് നമ്മുടെ എണ്ണയുടെ കളറ് വന്നേക്കുന്നത് കേട്ടോ. ഈ എണ്ണയ്ക്ക് നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കോൾഡ് വരാൻ പെട്ടെന്ന് സാധ്യതയുള്ളവരൊക്കെ ഒരുപാട് ഇത് തേച്ച് തലയിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കഴുകിക്കളയുക. ഇത് കഴുകിക്കളയുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ ഇട്ട് വേണം ഇത് നമ്മുടെ തലയിൽ നിന്ന് കഴുകിക്കളയാനായിട്ട്. ഈ ദന്തപാല എണ്ണയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ നെറ്റിലേക്ക് അടിച്ചു കൊടുത്താൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. താരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ താളിയോ, ഈ എണ്ണയുടെ സ്മെല്ല് അത്ര നല്ലൊരു സ്മെല്ലല്ല, കുറച്ച് കടുപ്പമുള്ള സ്മെല്ലാണ്. അപ്പം നമുക്ക് എന്നും ഒന്ന് ഇത് യൂസ് ചെയ്ത് വണ്ടിയിലൊക്കെ കയറി പോകേണ്ടവരാണെങ്കിൽ, ബസ്സിലൊക്കെ കയറി പോകേണ്ടവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ശനിയും ഞായറും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് അരിക്കുന്നൊന്നുമില്ല, കാരണം നമുക്ക് ഒരുപാട് കരടൊന്നും ഇതിനകത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇല തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഊറ്റിയെടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഞാനൊരു നല്ലെണ്ണ കുപ്പി ഇരുന്നിട്ടുണ്ടായിരുന്നു, അതിനകത്തോട്ടിത് ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരാനും സഹായകമാണ് ഈ എണ്ണ എന്നാണ് പറയുന്നത്. ഈ ഇലയും എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ മറ്റൊരു ഗുണം. കാരണം ഒരുപാട് റിസ്ക്കുകളൊന്നുമില്ല. ഇത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എണ്ണ കാച്ചുന്ന പോലെ മൂപ്പ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് ഞാനിതിൻ്റെ ആ ഇല നന്നായിട്ടൊന്ന് പിഴിഞ്ഞും കൂടെ എണ്ണ എടുക്കുവാണ്. അപ്പോൾ ദന്തപാലയുടെ ഇല എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതാ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. മാത്രമല്ല മുടി കൊഴിച്ചിലും താരനൊന്നും ഇല്ലാത്ത തലകളില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പരിണിതഫലങ്ങളൊന്നും ഇല്ലതാനും. ദന്തപാലയുടെ ഇല എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി തേച്ച് നോക്കുക, മാറുമോ ഇല്ലയോ എന്നറിയാമല്ലോ. പിന്നെ മഴക്കാലത്ത് ഈ എണ്ണ ഉണ്ടാക്കാൻ നോക്കണ്ട കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. വെയിൽ ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മഴക്കാലത്ത് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സമയം കളയണ്ട. വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഇലയൊക്കെ അന്വേഷിച്ച് പെറുക്കി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.